I'm saying bye to all the lies and all the times you cried. ഹലോ ഫ്രണ്ട്സ്, Fxmuni പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു ചെറിയൊരു ടൈറ്റിലാണ്. അതായത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെ ആ ഒരു കളർ തീമിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ടൈപ്പോഗ്രഫി സിമ്പിൾ ട്യൂട്ടോറിയലാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ട്യൂട്ടോറിയൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ട്യൂട്ടോറിയലാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു 4-5 സ്റ്റെപ്പുകളൊക്കെ ഉള്ളൂ. ഒരു ഗ്രേഡിയൻ്റ് കളറുണ്ട് മെയിനായിട്ട്, ആ ഒരു കളർ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമുക്കൊരു ഫോണ്ട് ഉണ്ട്. ആ ഫോണ്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഇതിൻ്റെ തന്നെ ഒരു ഫോണ്ടാണ്. പിന്നെ നമ്മൾ ഒരു കുറച്ച് ടെക്സ്റ്റർ കാര്യങ്ങളൊക്കെ ഫ്ലിപ്പും അതുപോലെ തന്നെ മാസ്കിങ് ഒക്കെ ചെയ്താണ് ഈ ഒരു ടൈറ്റിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ ഈ സിനിമയൊക്കെ കാണാത്തവരാരും ഇല്ല, സ്ക്വിഡ് ഗെയിം. അപ്പോൾ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു സിനിമയാണ് നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു അനിമേഷൻ ക്ലാസ്സും ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ ആ ഒരു ടൈറ്റിലിംഗ് അനിമേഷനും ഇപ്പോൾ ഈ ചെയ്ത നമ്മൾ ഫോട്ടോഷോപ്പിൽ വർക്കൗട്ട് ചെയ്ത ഈ സംഭവം വെച്ച് തന്നെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് Ctrl+N അടിച്ചൊരു ന്യൂ ഡോക്യുമെന്റ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഫിലിം ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ആ ടേബ് എടുക്കുക. അതിൽ പ്രിസെറ്റ് ഡീറ്റെയിൽസ്, സ്ക്വിഡ് ഗെയിം, ബാക്കിയെല്ലാം 1920x1080 തന്നെയാണ് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഫസ്റ്റ് നമ്മൾ ഒരു ഗ്രേഡിയൻ്റ് ആണ് കൊടുക്കുന്നത്. ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് ഫില്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഫസ്റ്റ് ഓപ്ഷനിലുള്ള കൊടുക്കുക. അപ്പോൾ അപ്പോഴത്തേക്കും 2 സൈഡുണ്ട് നമുക്ക്, ലെഫ്റ്റിലും റൈറ്റിലായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കളർ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു കളർ വാല്യൂ വെച്ചാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു ഏകദേശം രൂപമാണ്. ഇപ്പം കറക്റ്റ് നമ്മൾ ഒറിജിനലായിട്ട് അത്ര ഒരു ഇത് വരത്തില്ല, എന്നാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതിൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു കളർ കൊടുത്തു, പിങ്ക്. അതിൻ്റെ തന്നെ വാല്യൂ അപ്പുറത്തും 2 സൈഡിലായിട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രേഡിയൻ്റ് ഫില്ലിങ് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഫുൾ ഫില്ലായിട്ടുള്ളൊരു കളറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് എടുക്കുന്നു. ടെക്സ്റ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫോണ്ട് എന്ന് പറയുന്നത് സ്ക്വിഡ് ഗെയിമിൻ്റെ തന്നെ ഒരു ഫോണ്ടുണ്ട്. ആ ഫോണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഗെയിം ഓഫ് സ്ക്വിഡ് എന്നാണ് ഇതിൻ്റെ ഫോണ്ടിൻ്റെ നെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ക്യാരക്ടറിൻ്റെ ഓപ്ഷൻ അവിടെ വന്നിട്ടില്ലെങ്കിൽ വിൻഡോയിൽ നിന്ന് ക്യാരക്ടർ സെലക്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഏരിയയിൽ ക്യാരക്ടറിൻ്റെ ഓപ്ഷൻ കിട്ടും. ഗെയിം ഓഫ് സ്ക്വിഡ് ആണ് ഫോണ്ടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പം സ്ക്വിഡ് ഗെയിം എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് തന്നെ നമുക്ക് ടെക്സ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം സ്ക്വിഡ് ഗെയിം എന്ന് ടൈപ്പ് ചെയ്തു. രണ്ടും 2 ടെക്സ്റ്റായിട്ട് നമുക്ക് എടുക്കാം. സ്ക്വിഡ് ഒരു വേർഡും അടുത്ത ഗെയിം എന്ന് പറയുന്നത് അടുത്ത വേറൊരു വേർഡുമായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ടെക്സ്റ്റ് ടൂൾ കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. മൂവ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ക്യാരക്ടറിലോട്ട് പോയിട്ട് ഒരു 270 ആ ഒരു സൈസ് കൊടുക്കാം. അതുപോലെ ആ ഗെയിമിനും ആ ഒരു സെയിം സൈസ് തന്നെ കൊടുക്കാം. സെലക്ട് ചെയ്യുക, 270 കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫോണ്ട് ഫോം ചെയ്ത് വരും. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു അലൈൻ, നമുക്കൊരു സ്ക്രീനിൻ്റെ ഒരു സെൻറ്റർ ആണെന്നുള്ള ഒരു ഉദ്ദേശം വെച്ച് ഇപ്പം ഞാൻ അലൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ആ ക്യൂവും ആ ജിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. നമ്മുടെ ആ ട്രെയിലറിലും നമ്മൾ ആ ഇവരെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാം. അപ്പോൾ അതൊന്ന് ഞാൻ അതിനെ ഒന്ന് കറക്റ്റ് പിടിച്ച് വെക്കുകയാണ്. അതിൻ്റെ ഒരു എൻഡിൽ ആ ഒരു കോർണർ ഭാഗം തന്നെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഇത് വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂട്ടോറിയൽ തന്നെയാണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്യൂട്ടോറിയലാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ആ ക്യൂവിനകത്തൊരു നമുക്ക് ആ ഒരു ടൈറ്റിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിനകത്തൊരു ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഷേപ്പ് ടൂൾ എടുത്തിട്ട് ഒരു ബ്ലാക്ക് ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്കും ആ ഒരു റൗണ്ട് കിട്ടും നമുക്ക്. ഇതിനെ നമുക്ക് താഴോട്ട് വലിച്ചിടാം, എങ്കിലേ നമുക്ക് അറിയാൻ പറ്റും ബാക്കി ക്യൂ എന്നുള്ളതിൻ്റെ ആ ഒരു ഇത്. അതുപോലെ
നമുക്കിപ്പം താഴെ ഗെയിമിൽ എയും ഉണ്ട്, അതുപോലെ തന്നെ ഇയും ഉണ്ട്. നമുക്ക് പെൻ ടൂൾ വെച്ച് ഒരു ഷേപ്പ് ടൂൾ എടുക്കാം. പെൻ ടൂൾ പോയിട്ട് അവിടെ നിന്ന് ഷേപ്പ് എടുക്കണം. കളറ് ഫില്ലൊക്കെ ബ്ലാക്ക് ഒക്കെ മതി, നേരത്തെ കൊടുത്ത് തന്നെ. അവിടെ വെച്ചിട്ട് ഷിഫ്റ്റ് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് അലൈൻ തന്നെ കിട്ടും. എന്നിട്ട് ടോപ്പിലും സെലക്ട് ചെയ്ത് ആ ഒരു കോർണറിലും സെലക്ട് ചെയ്യുക. അടുത്ത് ഡയറക്റ്റീവ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഡയറക്റ്റ് സെലക്ഷൻ ടൂളുണ്ട്. നമുക്ക് ഇതിനെയൊക്കെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ പെൻ ടൂളിനെ. അങ്ങനെ വെച്ചിട്ട് ആ കോർണർ ഒന്ന് കയറ്റി വയ്ക്കാം, രണ്ട് സൈഡും കയറ്റി വെച്ചതിന് ശേഷം ഓക്കെ. അപ്പം അതൊന്ന് ഫിറ്റ് ആയി. അടുത്ത് നമ്മുടെ ആ ഇയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെലക്ഷൻ ടൂൾ എടുക്കുക. നമുക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഒരു ന്യൂ ലെയർ കൊടുക്കുക. ന്യൂ ലെയർ കൊടുത്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് എടുത്താൽ മതി മൗസ് ഉപയോഗിച്ച്. കറക്റ്റ് ആ രണ്ട് കോർണർ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ന്യൂ സോളിഡ് കളർ കൊടുത്താൽ മതി. ഒരു സോളിഡ് കളർ സെലക്ട് ചെയ്യാം, ബ്ലാക്ക്. ഓക്കെ കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കളർ പിക്കറിൽ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഏകദേശം ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു ഭാഗം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ ഇതിനെ എല്ലാം കൂടെ കൺട്രോൾ G അടിച്ചൊരു ഗ്രൂപ്പ് ആക്കാം. ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ അലൈൻ ചെയ്യാം. കൺട്രോൾ A പ്രസ് ചെയ്യുക. എന്നിട്ട് ടോപ്പിൽ അലൈൻ്റെ ഓപ്ഷൻ ഉണ്ട്. സെൻട്രൽ അലൈനും ബോട്ടം അലൈനും എല്ലാം കറക്റ്റ് ഇപ്പോൾ ഒരു സെൻട്രൽ പൊസിഷൻ ആയിട്ടുണ്ട് നമ്മൾ ഈ ചെയ്തത്. അടുത്ത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ക്രിയേറ്റീവ് ടു ഷേപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ടു ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഈ ടെക്സ്റ്റിനെ. നമുക്കിത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എസിൻ്റെ ആ ഒരു വാല് പോലത്തെ നമുക്ക് എത്ര വേണം കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ യുവിൻ്റെതായാലും എല്ലാം ടോപ്പിലോട്ടും നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് ടെക്സ്റ്റ് കറക്റ്റായി കിട്ടിയോണ്ട് നമുക്ക് അങ്ങനെ ഒരു ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ കൺട്രോൾ Z അടിച്ച് നമുക്ക് ബാക്കിലോട്ട് പോവാം. ഇപ്പം നോർമൽ ടെക്സ്റ്റിൻ്റെ രൂപം തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു ടെക്സ്റ്റർ ഇതിൽ മാസ്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു ടെക്സ്റ്റർ എടുക്കുന്നു. ടെക്സ്റ്റർ എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇതിനകത്ത് വലിച്ചിട്ടാൽ മതി. ഡ്രാഗ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ മാസ്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു മാസ്കിങ്ങിൻ്റെ ക്ലിപ്പിംഗ് മാസ്കും കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് കുറച്ച് സ്കെയിൽ ചെയ്യാം. നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. വര ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ സ്കെയിൽ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കൺട്രോൾ J അടിച്ചാൽ മതി, എൻ്റെ ഒരു കോപ്പി കിട്ടും. അതുപോലെ ആ എസ്സിലും നമുക്ക് ഒന്ന് കറക്റ്റ് ഇതായിട്ട് വരണം. എന്നിട്ട് ഇതിനെ നമുക്ക് മാസ്ക് ചെയ്ത് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് മാസ്ക് ചെയ്ത് എറേസ് ചെയ്യാൻ പറ്റും. ആ ക്യൂവിൻ്റെ പോർഷനൊക്കെ നമുക്ക് എറേസ് ചെയ്ത് കളയേണ്ടതാണ്. ഇതിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കർവാണ്. കർവ് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഇതിലിപ്പോൾ ബ്ലാക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഒരു മാസ്കിങ്ങിൻ്റെ ക്ലിപ്പിംഗ് മാസ്കും കൊടുത്തതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. RGB വാല്യൂ ഒന്ന് ടോപ്പിലോട്ടും അതുപോലെ തന്നെ റെഡൊക്കെ നമുക്കൊന്ന് കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഇതായിട്ട് ഫീൽ വരുന്നത്. പിന്നെ നമുക്ക് ഒന്ന് കുറച്ച് ലെഫ്റ്റിലോട്ട് നീക്കിയിട്ട് നമുക്ക് ആ 2 ലെയർ ഓപ്ഷൻ ഇല്ലേ, അതിലിപ്പോൾ ഇനി നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് എറേസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് എറേസർ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എറേസ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ ആ ഒരു ഡെപ്ത് വാല്യൂ അങ്ങ് മാറിക്കിട്ടും. നേരത്തെ ഒരുപാട് അതായത് ടെക്സ്ചർ ഫീല് അവിടെ ഉണ്ടായിരുന്നു, അത്രയും ആവശ്യമില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ അതിനെ എറേസ് ചെയ്ത് മാറ്റി. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഗെയിമിലും ചെയ്യുന്നത്. ഇതിനെ ഡ്രാഗ് ചെയ്ത് ടെക്സ്ചർ ഡ്രാഗ് ചെയ്തിടുന്നു. ടെക്സ്ചർ ഡ്രാഗ് ചെയ്തിടുക. ഇട്ടിട്ട് അതുപോലെ മാസ്കിങ് കൊടുക്കുന്നു. ഓൾട്ട് പ്രസ് ചെയ്താൽ മതി. അതായത് മാസ്കിങ് നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ വരും. റൊട്ടേഷൻ്റെ ആവശ്യമില്ല, നമുക്കിതിനെ അല്ലാതെ തന്നെ കുറച്ച് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ രണ്ടിനെ മാസ്ക് ചെയ്യുക. നേരത്തെ പോലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഇതിനെ ഇപ്പം ഗെയിമിൻ്റെ എമ്മിൻ്റെ ഹാഫ് വന്നിട്ട് കുറച്ച് കളർ കൂടിയാണ് ഇരിക്കുന്നത്. അതിനെ നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. മാസ്കിങ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രഷ് എറേസ് ചെയ്ത് സ്ലോവിൽ ഒപ്പാസിറ്റിയൊക്കെ 26 മതി, എറേസ് ചെയ്താൽ മതി. അപ്പോൾ ഏതാണ്ട് ആ ഒരു രൂപം മാറിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നേരത്തെ പോലെ കർവ് ഇതിലും കൊടുക്കണം. എടുക്കുക, കർവിലോട്ട് പോവുക. ഗ്രാഫ് ഒന്ന് വലിച്ച് ക്ലിപ്പിംഗ് മാസ്കും കൊടുക്കുക. അതിന് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രാഫ് ഒന്ന് ടോപ്പിലോട്ട് വലിച്ചു കൊടുത്താൽ മതി. ഡ്രാഗ് ചെയ്ത് വലിച്ചു കൊടുക്കുക.
മാസ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ടോപ്പിലോട്ട് വലിക്കുക. അതുപോലെ തന്നെ റെഡ് കളർ എടുക്കുക, അതും കയറ്റുക. അപ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു ഫീല് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ അതുപോലെ ആക്ച്വലായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആ ഒരു ടൈറ്റിൽ തന്നെ ആയിരിക്കും കിട്ടുക ഔട്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇപ്പം വേറൊരു വൈറ്റ് ഒരു ടെക്സ്ചർ കൊടുക്കുന്നുണ്ട്. ഇപ്പം നോർമലി നമ്മളിപ്പോൾ ഗ്രേഡിയൻറ്റ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ബാക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെക്സ്ചർ ഉണ്ട്. അപ്പോൾ ഈ ടെക്സ്ചർ സ്കെയിൽ ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുന്നു. ബ്ലെൻഡിങ്ങിൽ നമ്മൾ ഒരു ലീനിയർ ബേണാണ് കൊടുക്കുന്നത്. ലീനിയർ ബേൺ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ടെക്സ്ചർ കണ്ടില്ലേ, ആ ഒരു ഫീൽ വരണം, എങ്കിലേ നമുക്കതൊരു പ്രൊഫഷണൽ രീതിയിലോട്ട് എത്തത്തുള്ളൂ. ഇനി നമുക്ക് ചെറിയൊരു കളറും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്രഷൊക്കെ ഉപയോഗിച്ച് ഇതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു കളർ പിക്കർ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഒരു 175 അല്ലെങ്കിൽ ബ്രഷ് എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഒപ്പാസിറ്റിയും മാക്സിമം കയറ്റണം. ഒപ്പാസിറ്റി ഫുള്ളാക്കിയിട്ട് വേണം ബ്രഷ് അവിടെ ക്ലിക്ക് ഒപ്പാസിറ്റി ഫുൾ മാക്സിമം ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രഷ് വെച്ച് ഒരു ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമുക്കൊരു ഇത് കിട്ടും. പിന്നെ നമ്മൾ സ്കെയിൽ ചെയ്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. പക്ഷേ ഇനിയും കുറച്ച് ഇപ്പം ഇത് ഏതാണ്ട് സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു സംഭവം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രഷ് ടൂളുണ്ട്. ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇപ്പം നിങ്ങൾ ബ്രഷ് ടൂൾ അടിക്കുമ്പോൾ പുതുതായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെ ലാർജ് കമ്പനികൾ കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബ്രഷുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാറ്റർ ബ്രഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതായത് കുറച്ച് നല്ല ഈ സ്പ്രേയിങ് പോലത്തെ ഒരു ഐറ്റമാണ്. സ്പ്രേയിങ് ബ്രഷ് പോലെ ഇരിക്കും. അപ്പോൾ അത് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ അതായത് എസിൻ്റെ അവിടെ ഈരവിടെ ഒരു ചെറിയൊരു ബ്രഷ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നമുക്ക് സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് കൊടുത്താൽ മതി. ഒരു ന്യൂ ലെയർ സെലക്ട് ചെയ്തിട്ട് വേണം കൊടുക്കുക എപ്പോഴും. ഇനി നമുക്ക് അതിനൊന്ന് ചെറുതായിട്ട് സ്കെയിൽ ചെയ്യാം. ഇനി നമുക്ക് ഇതിലും ബ്ലെൻഡിങ് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിപ്പം ഭയങ്കര കളറിൽ ഇരച്ച് നിൽക്കുകയാണ്. അപ്പോൾ സോഫ്റ്റ് ലൈറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ ഒരു ഇതായി കണ്ടിന്യൂ. ഈസി ട്യൂട്ടോറിയലാണ്, സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂട്ടോറിയലാണ്. നമുക്ക് അതിൻ്റെ ആ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഒരു ലെയറിലും കൂടെ അതുപോലെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്കെയിൽ ചെയ്ത് വലുതാക്കിയിട്ട് ആ ക്യൂവിൻ്റെ എസിൻ്റെ ഇടയിലായിട്ടൊന്ന് വെച്ചിട്ട് സെയിം ഇത് തന്നെയാണ് സോഫ്റ്റ് ലൈറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ആ ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെ ടൈറ്റിൽ ഏതാണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ സ്ക്വിഡ് ഗെയിമിൻ്റെ ആ ഒരു ടൈറ്റിൽ സിനിമയിൽ ഏതാണ്ടൊക്കെ കണ്ട ആ ഒരു ഐറ്റം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സിനിമാറ്റിക് സ്റ്റൈലിലോട്ടാക്കാം. ഒരു സെലക്ട് ചെയ്യുക, ടോപ്പിൽ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഒരു സോളിഡ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കോപ്പി തന്നെ എടുക്കാൻ പറ്റും. Ctrl+J അടിച്ചാൽ മതി, അതിൻ്റെ ഒരു കോപ്പി കിട്ടും. എന്നിട്ട് താഴോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, Fxmuni ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ Fxmuni ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക.